നമ്മുടെ തിരക്കുകൾ വരുമ്പോൾ ഒഴിവാക്കുന്നതിന് പകരം അതൊരു മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന എനിക്ക് ഒരു ഈ സാമ്രാജ്യം ഷിബു ചക്രവർത്തി അതെ, സാമ്രാജ്യം ഫസ്റ്റ് കഥ കേട്ട ഞാനാണ്. ഫസ്റ്റ് കഥ കേട്ട ഷിബു ചക്രവർത്തി സാറല്ലേ തിരക്കഥ എഴുതിയിരിക്കുന്നത്? ഡെന്നിസിന്റെ അടുത്ത് വന്നാണ്. ഡെന്നിസിനെ വന്ന് എൻ്റെ ഒക്കെ പറഞ്ഞ് കഥ കേൾക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്യൂട്ടിഫുൾ. അത് ജോമാൻ പറയണ ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ ഞാൻ ഡെന്നിസിനെ പറഞ്ഞു എങ്ങനെയെങ്കിലും എഴുതി കൊടുത്തേ പറ്റുള്ളൂ. അന്ന് ഡെന്നിസ് ഭയങ്കര തിരക്ക്. അങ്ങനെയാണ് ഈ ഷിബുവിനെ ഏർപ്പാട് ചെയ്തതും. മമ്മൂക്കെ ഡെന്നിസ് അവിടെ നിന്ന് വിളിക്കണം, സൂപ്പർ സബ്ജക്റ്റാണ്, ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സാമ്രാജ്യം സംഭവിച്ചത്. അതും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ തന്നെ ഷിബു ചക്രവർത്തി സാറിന് കൊടുത്തതെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ. ഏറ്റവും രസം കൊടുക്കുമ്പം ഈ ജോണർ എഴുതുന്ന ആൾക്ക് അല്ല അത് ഏൽപ്പിക്കുന്നത്. പക്ഷെ അത് അയാളെ കൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ട്, തിരിച്ചറിവ് പറ്റും എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊടുക്കും. പറ്റുന്നുള്ളത് കൊണ്ടാണ് അത് പറ്റുന്നത്. അതെ. ശരി, കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസിനൊക്കെ മാന്യന്മാര് പോലുള്ള പടങ്ങൾക്ക് അപ്പോൾ ഒരു 5 പ്രൊജക്ട് നടക്കാണ്ട് പോയെന്ന് പറഞ്ഞു. 1 2 അല്ല 5 എണ്ണമാണ്. ഞാൻ 5 പ്രോജക്റ്റ് ഉണ്ട്. ഒന്ന് കാർത്തികേയൻ, നാൾ കാർത്തികേയൻ മോഹൻലാലായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ കായൽ സാമ്പ്രാട്ട്, അത് 3 റൈറ്റേഴ്സായിരുന്നു പ്ലാൻ ചെയ്ത്. അത് നമ്മുടെ ദാമോദരൻ മാഷും ഡെന്നിസ് ജോസഫും ആയിരുന്നു. രഞ്ജി പണിക്കരും ഡെന്നിസ് ജോസഫും കൂടെ ഞങ്ങളൊരു ഫൈനൽ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് ഡിസ്കഷനിൽ വന്നതാണ്. അത് നടക്കാതെ പോയി. പിന്നെ വേറൊരു പൊന്നും കൊണ്ടൊരാൾ രൂപം എന്ന് പറഞ്ഞ് മുട്ടത്തുവർക്കി സാറിൻ്റെ തന്നെ ഒരു നോവൽ, അത് വേറെ രീതിയിൽ സിനിമയായിട്ട് വന്ന ഹിറ്റായി മലയാളത്തിൽ. അത് പറയുന്നില്ല. അത് ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്ത് റൈറ്റ്സ് വരെ വാങ്ങിച്ചതാണ്. പിന്നെ വേറൊരു പ്രോജക്റ്റ്, അത് തമിഴിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ബാലേന്ദ്ര സാറിൻ്റെ ഒരു എടുത്തിട്ട് ഞാൻ അവനല്ലേ, അത് ഒന്ന് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്ത്. അങ്ങനെ 4-5 പ്രോജക്റ്റ് നടക്കാതെ പോയിട്ടുണ്ട്. ഡെന്നിസ് ഉണ്ടായിരുന്ന ഈ കോട്ടയം കുഞ്ഞൻ രഞ്ജി പണിക്കരും ഡെന്നിസ് ജോസഫും കൂടെ ചേർന്ന് എഴുതിയാണ് അതിനുള്ള എല്ലാ സെക്കൻഡ് പാർട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്ന് വിട്ടത്. പിന്നെ ഈ അദ്ദേഹത്തിന്റെ ഒരു സംഗീതത്തിനോടുള്ള ഇഷ്ടം എങ്ങനെയായിരുന്നു ഡെന്നിസ് സാറിന്? ഈ വായനയും എഴുത്തൊക്കെ ഉള്ളവർക്ക് പൊതുവേ അതിലോടും കൂടെ ഒരു താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ 4 പടത്തിന് റെക്കോർഡിങ്ങിന് പോയത് ഡെന്നിസ് ജോസഫാണ്. ഫുള്ളി സ്ക്രിപ്റ്റ് എഴുതാത്ത പടത്തിന് ഒന്ന് കൂടിക്കാഴ്ച പുള്ളിയാണ് പോയത്. ഈ സ്ക്രിപ്റ്റ് ഫുൾ ഇതിൻ്റെ ഇരുന്നത്. പ്രായക്കര പാപ്പാൻ്റെ റെക്കോർഡിങ്ങിന് പോയി ഡെന്നിസ് ജോസഫാണ്. ഞാനന്ന് ഇവിടെ ഷൂട്ട് നടന്നുണ്ട്. അദ്ദേഹം എഴുതാത്ത സിനിമകളിൽ എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞു എനിക്കൊരു പടത്തിന് മ്യൂസിക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു SP വെങ്കടേശ്വര അസിസ്റ്റൻ്റായിട്ട് ഇരുത്താം, അല്ലെങ്കിൽ ശ്യാം സാറിനെ കൂടെ ഇരുത്താമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. നല്ല ഇതായിരുന്നു, നല്ല ബോധമായിരുന്നു. എല്ലാ പഴയ തുടർക്കഥ എന്ന് പറയുന്ന സിനിമ തുടർക്കഥ. അതെ അതെ, ഊട്ടിയിൽ വെച്ചെടുത്തു. നമ്മുടെ സായികുമാർ ഡയറക്ട് ചെയ്ത പടമല്ലേ? അത് ഡെന്നിസ് ഡയറക്ട്. അതെ, ആ തുടർക്കഥ ഡയറക്ട് ചെയ്തത് ഡെന്നിസ് സാർ. അതിൽ 5 പാട്ടുണ്ട്. തുടർക്കഥ ആതിര വരവായി, ആ പാട്ടൊക്കെ അതിലാണ്. ശരറാന്തൽ പൊന്നും പൂവും, ആ സിനിമ, മഴവില്ലാടും മലയുടെ മുകളിൽ, ഇതെല്ലാം അളകാപുരിയിലടങ്ങി ഒരുപാട് പാട്ടുകളുള്ള തുടർക്കഥ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. ഇനി ഈവൻ തിരിച്ചു ചിന്തിച്ചാൽ അർത്ഥം നമ്മള് കോട്ടയം കുഞ്ഞച്ചൻ എടുത്താൽ ഹൃദയവനിയിലെ ഗായികയോ എന്ന് പറയുന്ന ആ സിനിമയുടെ കഥയുടെ വഴിയിലല്ല ആ പാട്ടെങ്കിലും അതിന് കമ്പോസിങ്ങിന് പോയത് മമ്മൂക്കയാണ് പോയത്. കംപ്ലീറ്റ് അതിൻ്റെ 3 പാട്ട്. കാരണം എനിക്ക് സമയമില്ലായിരുന്നു, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഡെന്നിസിന് പഴയ ഏത് പാട്ട് ചോദിച്ചാലും ആര് പാടി ആരെഴുതി പക്ക അങ്ങോട്ട് ഇങ്ങോട്ട് പറയും. ഈ കിഴക്കൻ പത്രോസിലെ പാതിരാക്കിളി ഒരു അത് ഡെന്നിസ് കമ്പോസ് ചെയ്തിരുന്നതാണ്. കമ്പോസ് ചെയ്ത പാട്ടില്ല, അത് SP വെങ്കടേഷ് സാർ. ന്യൂ ഇയറിന്റെ അന്ന് രാത്രി 12 മണിക്ക് പൂജ സ്വിച്ച് ഓൺ 12 മണിക്കായിരുന്നു. ന്യൂ ഇയറിന്റെ അന്ന് ഡിസംബർ 31 അന്ന് രാത്രിയാണ് ഇതിനെ കമ്പോസ് ചെയ്യാൻ. ഞങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തതാണ്. മമ്മൂക്കൊക്കെ വന്ന് നവോദയയിലായിരുന്നു. അതിന്റെ ശേഷമാണ് അതിന്റെ കമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ വന്നാണ് ഈ പാതിരാക്കിളി കാര്യങ്ങൾ. എല്ലാ പാട്ടിനും ഒരു ശ്രദ്ധയുണ്ട്.